പനിനീർപ്പൂവ് ഉള്ളൂർ എസ് പരമേശ്വരൻ. ഞാനൊരു മാൻപെഴും ചെമ്പനീർപ്പൂവിനെ കാണവേ ചോദിച്ചേനിപ്രകാരം, പുഞ്ചിരി കൊള്ളുന്നതെന്തിനു പൂവേ നീ, നിൻ ചെറു ജീവിതമെത്ര മോശം, പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു, താഴത്തു നാളെ എന്നോർമ്മയില്ലേ, ഓതിയില്ലുത്തരമൊന്നും ചോദ്യത്തിൻ ആതങ്കമേശാത്തൊരാ പ്രസൂനം. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരൻ എഴുതിയ അർത്ഥവത്തായ കവിതയാണ് പനിനീർപ്പൂവ്. ഈ കവിതയിൽ കവി ഒരു ചെമ്പനിനീർപ്പൂവിനെ പരിഹസിക്കുന്നത് കാണാം. കവി പൂവിനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്, നിന്റെ ജീവിതം എത്ര മോശമാണ്, നാളെ ഈ മണ്ണിൽ നീ വാടി വീണു പോകുമെന്ന് മറക്കണ്ട എന്നും മറ്റും പറഞ്ഞ് ആ ഒരു പൂവിനെ അതികഠിനമായി പരിഹസിക്കുന്നത് കാണാം. പിന്നീട് കവി തൻ്റെ തെറ്റു മനസ്സിലാക്കുന്നു. അതിന് കാരണമായത് പൂവിൻ്റെ മൗനമാണ്. പൂവവിടെ മറുത്തൊന്നും പറയാതെ അദ്ദേഹം പറഞ്ഞതിനെ എല്ലാം നിഷേധാർത്ഥത്തിൽ തലയാട്ടുക മാത്രം ചെയ്തു. അതിലൂടെ കവി തൻ്റെ തെറ്റു മനസ്സിലാക്കുകയാണ്. സ്വയം തന്നെ അദ്ദേഹം ബുദ്ധിഹീനൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. നോക്കൂ, പ്രകൃതിയിൽ ഏതൊരു ചെറിയ വസ്തുവിന് പോലും അതിൻ്റേതായ മൂല്യമുണ്ട് എന്ന് കവി തിരിച്ചറിയുന്നു. ഇവിടെ പനിനീർപ്പൂവിനെ സമൂഹത്തിൽ മറ്റുള്ളവരാൽ അകറ്റപ്പെട്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. നമ്മൾ പലരും അത്തരത്തിലുള്ള ജനതയെ മനസ്സിലാക്കുന്നില്ല, അവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അവർക്കും ഈ ലോകത്തിൽ അവരുടേതായ പങ്കുണ്ട് എന്ന് നാം തീർച്ചയായും മനസ്സിലാക്കണം. അതിന് സഹായിക്കുന്നതാണ് ഈ ഒരു കവിത. ഇവിടെ കണ്ടില്ലേ, മനുഷ്യജീവിതത്തിന് ഒരു പനിനീർപ്പൂവുമായിട്ടാണ് ഉപമിച്ച് അതിലൂടെ നമ്മെ വളരെ അർത്ഥവത്തായ കാര്യമാണ് കവി പഠിപ്പിക്കുന്നത്. മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായ ഉള്ളൂർ എസ് പരമേശ്വരൻ ആധുനിക കവിത്രയത്തിൽ പെടുന്നു. 1914 മഹാകാവ്യമായ ഉമാകേരളം എഴുതിയ അദ്ദേഹം ഉല്ലേഖ ഗായകൻ എന്നറിയപ്പെടുന്നു. മലയാള കവിതാ ചരിത്രത്തിൽ കാൽപ്പനിക പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചവരിൽ ശ്രദ്ധേയനാണ് അദ്ദേഹം. ഒരു കവിക്ക് പുറമെ സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് കർണഭൂഷണം, പിംഗള, തരംഗിണി, പ്രേമസംഗീതം, അംബ, അമൃതധാര.